തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത MET സ്കൂളിൽ ആർടെക്സിന് തുടക്കം. ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത MET തിരൂർ സെൻട്രൽ സ്കൂൾ കലാമേളയായ ആർടെക്സിന് തുടക്കമായി. ലഹരി എന്ന മാരക വിപത്തിനെ പ്രതിരോധിക്കുകയെന്ന ലക്ഷ്യത്തോടെ ലഹരി വിരുദ്ധ സന്ദേശം കേന്ദ്ര പ്രമേയമാക്കിയായിരുന്നു കലാമേള. ചടങ്ങിൽ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾ ഗാനശില്പം അവതരിപ്പിച്ചു. തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ T നസീർ കലാമേള ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകി. ലഹരിയുമായി ബന്ധപ്പെട്ട എന്ത് ഉൽപ്പന്നമാണെങ്കിലും അതിന് നോ പറയാം. അതാണ് കുട്ടികൾ ചെയ്യേണ്ടത്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഈ പ്രത്യേകിച്ച് അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. നമ്മൾ പിടിക്കുന്ന കേസുകളിൽ നല്ലൊരു ശതമാനവും ചെറുപ്രായക്കാരാണ്. ഒരു 25 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. അപ്പം അതിൻ്റെയൊക്കെ ആ ലഹരി പിടിക്കപ്പെട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു 80% അവരെ കുടുംബ പശ്ചാത്തലത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ കുടുംബമാണ് നന്നാവേണ്ടത്. കുടുംബം നന്നായാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാടും നമ്മുടെ സമൂഹവും നമ്മുടെ രാജ്യവും നന്നാവുള്ളൂ. പല വിഷയങ്ങളും എടുക്കുമ്പോഴും ഒന്നല്ലെങ്കിൽ ബാലിനേറ്റുള്ള വിഷയങ്ങളുണ്ടാവും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഈ രക്ഷിതാക്കളെടുത്ത് വരുന്ന ഒരു പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളൊക്കെ രണ്ടായി തിരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ആൺമക്കളോട് വേറെ സ്വഭാവം, പെൺകുട്ടികളോട് വേറെ സ്വഭാവം, അങ്ങനത്തെ കേസുകളൊക്കെ കുറേ ആളുകൾ അതിനൊരു പരിഹാരം നിലനിൽക്കി ചില കുട്ടികളൊക്കെ ലഹരിക്ക് അഡിക്റ്റ് ആകുന്നുണ്ട്. അതോടൊപ്പം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലഹരി ഉപയോഗിച്ച് പല കേസുകളും പിടിക്കുന്ന പല കേസുകളും ജസ്റ്റ് ഈ ഒരു ഉദാഹരണം പറയാൻ, തിരുനാവായ ഞങ്ങൾ കുറച്ച് മുന്നെയാണ് പിടിച്ചത്. ഈ കഞ്ചാവും കാര്യങ്ങളൊക്കെ പിടിക്കണ നമ്മുടെ സ്കൂളിന്റെ കേരളം പാർട്ടി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മഹീൻ ഉസ്താദ് അവர்கள், മറ്റ് നമ്മുടെ ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിയ അനീഷ് റഹ്മാൻ ഉദ്ദേശത്തോടു കൂടി 3 ദിവസങ്ങളായി നടത്തപ്പെടുന്ന ആർട്സ് ഫെസ്റ്റ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ പുതിയ വർഷത്തെ ആർട്സ് ഫെസ്റ്റ് അതിൻ്റെ ഔപചാരിക For inaugurating this function, I heartily welcome Mr. Nasir Sir, Sub-Inspector of Police, Tirur. സ്കൂൾ പ്രിൻസിപ്പൽ മുസ്ലിയാർ സജീർ അധ്യക്ഷത വഹിച്ചു. ഗായകൻ അനീഷ് മുഖ്യാതിഥിയായി. MET ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുറഹ്മാൻ മുഈനി മുഖ്യപ്രഭാഷണം നടത്തി. മോറൽ സ്റ്റഡീസ് HOD സൈദലവി ബാക്കവി, വൈസ് പ്രിൻസിപ്പൽ KK ബീന, പ്രോഗ്രാം കൺവീനർ അമീൻ അഹ്സനി, KG ഹെഡ് സൽമത്ത് എന്നിവർ പ്രസംഗിച്ചു. 3 ദിവസങ്ങളിലായി MET ക്യാമ്പസിൽ നടക്കുന്ന ഫെസ്റ്റിൽ 4 വേദികളിലായി 185 ഇനങ്ങളിൽ 800-ലധികം മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. പരിപാടി നാളെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളോടെ സമാപിക്കും. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.